ഹായ് ഫ്രണ്ട്സ്. അങ്ങനെ രാവിലെ കുഞ്ഞാറ്റയും പൂമ്പാറ്റയും ഉറങ്ങിയ ശേഷം ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ. ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴേക്ക് രണ്ടുപേരും ഉറക്കമൊക്കെ എഴുന്നേറ്റ് അങ്ങോട്ട് ബഹളവും കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ രണ്ടുപേരെയും സമാധാനിപ്പിക്കാൻ വേണ്ടി കുറച്ച് നേരം ഇതുപോലെ എടുത്തു വെച്ച് കളിപ്പിച്ചു കേട്ടോ. പൂമ്പാറ്റപ്പെണ്ണിൻ്റെ ഉറക്കക്ഷീണം അങ്ങോട്ട് മാറിയിട്ടില്ല, മാറിയിരിക്കുകയാണ്. ചെറിയൊരു കരച്ചിലൊക്കെ കഴിഞ്ഞ ശേഷം അങ്ങനെ ഞാൻ പൂമ്പാറ്റപ്പെണ്ണിനെയും കയ്യിലെടുത്ത് വെച്ചു. കുറച്ച് സമയം രണ്ടുപേരെ ഇതുപോലെ കളിപ്പിക്കും കേട്ടോ, അല്ലെങ്കിൽ നിർത്താതെ അങ്ങ് കരഞ്ഞു കളയും. അങ്ങനെ കുറച്ച് സമയം ഇതുപോലെയൊക്കെ വെച്ച് കളിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം പിന്നെ താഴേക്കൊക്കെ എടുത്തുകൊണ്ടൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ രണ്ടുപേരും നിർത്താതെ എനിക്ക് ഒരേ സമയം രണ്ടുപേരെ ഹാൻഡിൽ ചെയ്യുന്ന ഇതുപോലെയൊക്കെ കളിപ്പിച്ച് കൊടുത്തൊക്കെയാണ് കേട്ടോ. പലരുടെയും ഡൗട്ടാണ് എങ്ങനെയാണ് ഇരട്ടക്കുഞ്ഞുങ്ങളെ ഒരേ സമയം നോക്കിയെടുത്ത് വരുന്നതെന്ന്. ഇതുപോലെയൊക്കെയാണ് കേട്ടോ നമ്മൾ ഓരോ നിമിഷവും കടന്നു പോകുന്നത്. ഒരാൾ കരയുമ്പോൾ ഒരാൾ പിന്നെ കരച്ചിൽ തുടങ്ങും, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ കുറച്ച് സമയമൊക്കെ അവരോട് ഒപ്പം ഇരുന്ന് കളിപ്പിച്ച ശേഷം കുറേ തുണികളൊക്കെ മടക്കി വയ്ക്കാനുണ്ടായിരുന്നു. ഇപ്പോഴാണ് ചെറുതായിട്ടൊന്ന് വെയിലൊക്കെ വന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് തുണിയൊക്കെ ഉണങ്ങി കിട്ടിയതെല്ലാം എടുത്ത് അടുക്കി വയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ കുഞ്ഞുങ്ങൾ അടങ്ങിയൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഇതുപോലുള്ള പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കുഞ്ഞാറ്റപ്പെണ്ണും കൂടെ എൻ്റെ കൂടെ വന്ന് കുറച്ച് നേരം ഇരുന്ന് കേട്ടോ, അമ്മ എന്താ ചെയ്യുന്നതെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞുടുപ്പൊക്കെ കാണുന്നതേ കലിയാണ്. ഉടുപ്പ് ഞാൻ പറഞ്ഞല്ലോ, ഉടുപ്പിടിക്കുന്ന സമയത്തൊക്കെ രണ്ടുപേരും നല്ല വാശിയാണ് കേട്ടോ. അപ്പം ഞാൻ അതിൽ നിന്ന് ചെറിയ ഉടുപ്പ് കുഞ്ഞിൻ്റെ ഉടുപ്പൊക്കെ എടുത്ത് കൈ കൊടുക്കുകയാണ്. അങ്ങനെ കുഞ്ഞതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പൂമ്പാറ്റപ്പെണ്ണും ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. പൂമ്പാറ്റപ്പെണ്ണ് മറ്റേ സൈഡിൽ ഇരുന്ന് കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകളെല്ലാം എനിക്ക് പറക്കി തരികയാണ്. അങ്ങനെ കുറച്ച് സമയം കുഞ്ഞാറ്റപ്പെണ്ണും പൂമ്പാറ്റപ്പെണ്ണും അമ്മയോട് ഇരുന്ന് തുണിയൊക്കെ മടക്കി തരാനൊക്കെ സഹായിച്ചു. കുറച്ച് സമയം എൻ്റെ കൂടെ ഇരുന്ന് കേട്ടോ. അതിനുശേഷം നമ്മൾ താഴേക്ക് പോയി. രാവിലെ തന്നെ ഞാനും ചേട്ടനോട് ചേർന്ന് കറിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെന്നിട്ട് പപ്പടമൊക്കെ പൊരിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, വാവായതുകൊണ്ട് തന്നെ ചേട്ടൻ്റെ അമ്മയ്ക്കൊക്കെ ചോറ് വെച്ച് വിളമ്പാൻ വേണ്ടിയിട്ട് എല്ലാം ഇലയൊക്കെ ഇട്ട് അച്ഛനാണ് കേട്ടോ വിളമ്പുന്നത്. ഇലയിട്ട് ചോറ് വിളമ്പി അടുത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ കറിക്ക് എന്ന് പറയുന്നത് അവിയലുണ്ടായിരുന്നു, ക്യാബേജ് തോരനുണ്ടായിരുന്നു, മത്തങ്ങ കറി ഉണ്ടായിരുന്നു, പരിപ്പുണ്ടായിരുന്നു, അതുപോലെ കിച്ചടി പച്ചടി ഉണ്ടായിരുന്നു, പിന്നെ പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ പരിപ്പ് കറി. ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ പപ്പടം, കുറച്ച് പായസമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സാമ്പാർ, അങ്ങനെ ഒരുപാട് കറിയൊന്നും നമ്മൾ ഉണ്ടാക്കാൻ നിന്നില്ല, കുറച്ചാണ് കേട്ടോ ഉണ്ടാക്കിയത്. അങ്ങനെ വെച്ചൊക്കെ വിളമ്പിയ ശേഷമാണ് കുഞ്ഞുങ്ങൾക്ക് ചോറ് വിളമ്പി കൊടുത്തത് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള മത്തങ്ങ കറിയും പരിപ്പും അവിയലും പപ്പടവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ ഇത്രയും കറി ഉണ്ടെങ്കിൽ അവരുടെ നോട്ടം പപ്പടത്തിലേക്കാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കുറച്ച് സമയമൊക്കെ നോക്കിയിരുന്നിട്ട് വിശപ്പൊക്കെ ആയി വന്നപ്പോഴാണ് എടുത്ത് കൊടുത്തത് കേട്ടോ. വെച്ച് വിളമ്പിയതിന് ശേഷമാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത്. അങ്ങനെ രണ്ടുപേർക്കും പരിപ്പെല്ലാം ഞെവിടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം രണ്ട് ഉരുളയൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കഴിച്ചു. അപ്പോഴേക്കും അവരുടെ കണ്ണിൽപ്പെട്ട പപ്പടം തന്നെയാണ് കേട്ടോ. അതിങ്ങോട്ട് താമേ, പപ്പടം ഇങ്ങോട്ട് താന്ന രീതിയിൽ രണ്ടുപേരും കൈയൊക്കെ ഞൂണ്ടി കാണിച്ചുകൊണ്ടിരുന്നു കേട്ടോ. പിന്നെ പപ്പടം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? രണ്ടുപേർക്കും കുറേശ്ശെയായിട്ട് പൊടിച്ചു കൊടുത്തു കേട്ടോ. ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞാൽ പപ്പടം കണ്ടു കഴിഞ്ഞാൽ ചോറ് കഴിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പപ്പടം കാണിക്കാതെ ഇരുന്നതാണ്. പിന്നെ ഇന്നത്തെ ദിവസമല്ലേ, വെച്ചേക്കാമെന്ന് എഴുതി എടുത്ത് മുമ്പിൽ വെച്ചതാണ്. അത് പിന്നെ പണിയും കിട്ടി കേട്ടോ. പപ്പടം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് മതി. രണ്ടുപേരും അത് തന്നെ കണ്ടോ. നമ്മൾ പഴങ്കഞ്ഞി കുടിക്കാൻ ഉണക്കമീൻ ഒരു കയ്യിലെടുത്ത് വയ്ക്കുന്ന കണക്കാണ് ഇവർ ചോറുണ്ണാൻ നേരത്ത് പപ്പടം എടുത്ത് കഴിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടെ പപ്പടമൊക്കെ കയ്യിൽ വെച്ച് പപ്പടവും ചോറൊക്കെ കൂട്ടി കഴിച്ചു. അതിനുശേഷം രണ്ടുപേരും നല്ല ഉറക്കത്തിലായിരുന്നു. നല്ല വെയിൽ വന്നപ്പോഴേക്കും ഞാൻ ഉണങ്ങാനുള്ള കുറച്ച് തുണി കൂടി കൊണ്ടിട്ടു കേട്ടോ. അങ്ങനെ ഒരു നീണ്ട ഉറക്കത്തിന് ശേഷം പൂമ്പാറ്റപ്പെണ്ണ് ചാടി എഴുന്നേറ്റ് കേട്ടോ. കുഞ്ഞാറ്റ ഉറക്കം എഴുന്നേറ്റില്ലായിരുന്നു. അങ്ങനെ ഞാൻ പൂമ്പാറ്റപ്പെണ്ണിനെ ആദ്യം കൊണ്ടുപോയി ദേഹമൊക്കെ ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് കഴുകി അതിനുശേഷം ഉടുപ്പൊക്കെ ഇടിയിച്ച് കൊടുത്തു കേട്ടോ. ഇപ്പോൾ ഇതുപോലെ കണ്ണൊക്കെ ഇറുക്കി കാണിക്കുന്ന കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അച്ഛൻ കാണിച്ചു കൊടുത്തേക്കെയാണ് കേട്ടോ. അപ്പോൾ അതുപോലെയൊക്കെ കാണിക്കും. അങ്ങനെ പൂമ്പാറ്റപ്പെണ്ണെ എടുത്ത് താഴെ കൊണ്ടുവന്ന് ഇരുത്തി കേട്ടോ അപ്പൂപ്പൻ്റെ ഇരിക്കുക. അങ്ങനെ അവളുടെ കളിപ്പാട്ടമൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുഞ്ഞിന് പാപ്പമൊന്നും കൊടുത്തില്ല കേട്ടോ ഉറക്കം എഴുന്നേറ്റ് വന്നിട്ട്. അങ്ങനെ കുറച്ച് നേരം അത് കളിപ്പാട്ടത്തിലൊക്കെ വെച്ച് ഞാൻ കുറച്ച് സമയം ഇങ്ങനെ ഇരുത്തി കളിപ്പിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഞാൻ അടുക്കളയിലേക്ക് ചെന്ന് കുഞ്ഞുങ്ങൾക്ക് എന്നും പഴം പുഴുങ്ങിയതും ഒക്കെ അല്ലേ കൊടുക്കുന്നത്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ട് ഒരു പാൻ കേക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. ഇപ്പം ഞാൻ നട്ട്സ് കാര്യങ്ങളൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് ഒന്നെങ്കിൽ അത് കുറുക്കായിട്ടോ അല്ലെങ്കിൽ ലഡു രൂപത്തിലൊക്കെ നമുക്ക് ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് പല രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും നട്ട്സ്. അപ്പം ഞാനത് പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പം ഈ പൂവമ്പഴം ഇരിപ്പുണ്ടായിരുന്നു. 2 പൂവമ്പഴം എടുത്ത് നന്നായിട്ട് ഉടച്ചെടുത്തു.
ഉടച്ചിട്ട് അതിനകത്തേക്ക് റാഗിയുടെ പൗഡറാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് റാഗിയോ മൈദയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. എനിക്ക് റാഗി പൗഡർ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് അതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നി. ഞാൻ റാഗിയുടെ പൗഡർ കുറച്ചിട്ടു. പൂവമ്പഴം നന്നായിട്ട് അതിനകത്തേക്ക് തന്നെ ഓൾറെഡി പൊടിച്ച് വെച്ചിരിക്കുന്ന നട്ട്സ് ഉണ്ടല്ലോ, ബദാം, അണ്ടിപ്പരിപ്പ്, അതൊക്കെ ഞാൻ ഓൾറെഡി പൊടിച്ച് വെച്ചത് വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പൊടിയിൽ നിന്ന് കുറച്ചെടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് വെള്ളം ഒന്നും തന്നെ ചേർക്കേണ്ട കാര്യമില്ല. കാരണം പഴം ഞെവിടുമ്പോൾ അതിനകത്തുള്ള മയം ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് എടുത്ത ശേഷം പാൻ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് നല്ല ചെറിയ രീതിയിലോ വലിയ രീതിയിൽ ഏത് രീതി വേണമെങ്കിലും നമുക്ക് ഷേപ്പ് നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിനകത്ത് വെളിച്ചെണ്ണ അങ്ങനെ ഒന്നും തന്നെ ചേർക്കണമെന്നൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് നെയ്യൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഇടുകയാണെങ്കിൽ കുറച്ച് നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ചെറിയ കുഞ്ഞു കുഞ്ഞു പാൻ കേക്കാണ് ആദ്യം ഉണ്ടാക്കിയത്. പിന്നെ ഒരു വലിയ പാൻ കേക്ക് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 എണ്ണമാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. ഇതിനകത്ത് 2 പഴവും അത്യാവശ്യം റാഗി പൗഡറും പിന്നെ അതുപോലെ അണ്ടിപ്പരിപ്പ്, ബദാം, അതിൻ്റെയൊക്കെ പൊടി എല്ലാം കൂടെ ചേർത്തതാണ്. മറ്റൊന്നും തന്നെ മധുരത്തിനായിട്ട് ഒന്നും തന്നെ ഇട്ടിട്ടില്ല കേട്ടോ. കാരണം പഴത്തിൽ തന്നെ നല്ല മധുരമുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി അത്യാവശ്യത്തിനുള്ള എല്ലാ ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർന്നിട്ടാണ് ഈ പാൻ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ഉണ്ടാക്കി വെച്ചപ്പോഴേക്കും കുഞ്ഞാറ്റപ്പെണ്ണ് കരയാൻ തുടങ്ങി കേട്ടോ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കുറച്ച് തണുക്കാൻ വെച്ചപ്പോഴേക്കും കുഞ്ഞാറ്റപ്പെണ്ണിനെ ദേഹമൊക്കെ ചൂടുവെള്ളത്തിൽ എടുത്തുകൊണ്ടൊന്ന് കഴിയിച്ചു. ഉടുപ്പൊക്കെ മാറ്റി. കുറച്ച് നേരം നിർബന്ധമായിരുന്നു കേട്ടോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പം. പൂമ്പാറ്റപ്പെണ്ണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ അടുത്ത് കേട്ടോ. അങ്ങനെ കുഞ്ഞാറ്റപ്പെണ്ണിനെയും താഴേക്ക് എടുത്തുകൊണ്ട് വന്നു. അപ്പോഴേക്കും പാൻ കേക്ക് 2 പേർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചൂടേ ഉള്ളായിരുന്നു കേട്ടോ. അതൊക്കെ കുറച്ചുകൂടെ തണുപ്പിച്ച് കുഞ്ഞാറ്റയ്ക്കും പൂമ്പാറ്റയ്ക്കും ഒക്കെ കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചു കേട്ടോ. പിന്നെ ഇവർക്ക് ഇങ്ങനെ പാൻ കേക്കായിട്ട് ഞാൻ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അല്ലാതെ ഞാൻ പല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ, നട്ട്സൊക്കെ ഉപയോഗിച്ച്. അങ്ങനെ 2 പേർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം അതിൻ്റെ ടേസ്റ്റ് അവർ ഇങ്ങനെ ചവച്ചവച്ച് തരുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത് അറിയുന്നത്. അപ്പോൾ ആദ്യം ഒരു വാ കൊടുത്തപ്പോഴത്തെ എന്താണെന്നുള്ള രീതിയിൽ നോക്കി. പിന്നെ ആയപ്പോഴേക്കും അതിന് രുചി ഇഷ്ടപ്പെട്ടപ്പോഴേക്കും 2 പേരും വന്നിരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 എണ്ണമാണ് ഉണ്ടാക്കി. അത് 2 പേരും കഴിച്ചു. അങ്ങനെ നമ്മളിപ്പം ഇടയ്ക്ക് ഇതുപോലെ തന്നെ നട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കുഞ്ഞുങ്ങളുടെ ശരീരത്തിലേക്ക് എത്തിക്കാം. ഒന്നെങ്കിൽ ഇതുപോലെ പാൻ കേക്കുകളോ അല്ലെങ്കിൽ കുട്ടി ദോശയൊക്കെ ആയിട്ടോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം. അപ്പം അല്ലെങ്കിൽ നമുക്കിപ്പം റാഗിയുടെ കുറുക്ക് ഉണ്ടാക്കത്തില്ലയോ, അപ്പോൾ ആ കുറുക്കുണ്ടാക്കുന്നതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്കിപ്പം നട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം അങ്ങനെ 2 പേരും ഇഷ്ടപ്പെട്ട് അത് ഉണ്ടാക്കിയിരുന്നത് മുഴുവനായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 2 പേർക്കും കഴിക്കാൻ കൊടുത്ത് കുറച്ച് സമയം അവർ കളിച്ചു. അതിനുശേഷം കുറച്ച് നേരം കൂട്ടുകാരുടെയൊക്കെ അടുത്തൊക്കെ പോയി കളിക്കാനൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങളുടെ അടുത്തുള്ള വീടുകളിലേക്ക് കുറച്ച് നേരം കളിക്കാനൊക്കെ കൊണ്ടുപോകും കേട്ടോ. ആ ഒരു സമയത്ത് ഞാൻ പോയി കുളിച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നൈറ്റായപ്പോഴേക്കും ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേട്ടൻ മീനും അതുപോലെ പഴമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പഴുപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അങ്ങനെ കണ്ണങ്കായാണ് കൊണ്ടുവന്നത്. അങ്ങനെ അത് പഴുപ്പിക്കാനായിട്ട് മാറ്റി വെച്ചു. പിന്നെ വെജിറ്റബിൾസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ അടുക്കി സെപ്പറേറ്റ് ആക്കി മാറ്റി വെച്ചു കേട്ടോ. അപ്പോഴേക്കും 2 പേരും നല്ല നിർബന്ധമായിരുന്നു. ചേട്ടൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. കുഞ്ഞാറ്റയും പൂമ്പാറ്റയും കയ്യിൽ നിന്ന് ഇറങ്ങില്ല. അങ്ങനെ കുറച്ച് സമയം ചേട്ടൻ എടുത്തുകൊണ്ടൊക്കെ നടന്നു. അതിനുശേഷം ചേട്ടൻ കുളിച്ച് റെഡിയാവാനായിട്ടൊക്കെ അങ്ങ് പോയി കേട്ടോ. അങ്ങനെ ചേട്ടന് ചായയൊക്കെ ഇട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നൈറ്റ് കുഞ്ഞുങ്ങൾക്ക് ഫുഡൊക്കെ കൊടുത്ത് ഉറക്കാനൊക്കെ കിടത്തി. പിന്നെ രാവിലെ ആയപ്പോഴേക്കും കുഞ്ഞാറ്റയും പൂമ്പാറ്റയും എടുത്തുകൊണ്ട് താഴേക്ക് വന്നു. പിന്നെ അവർക്ക് കൊടുക്കാനുള്ള പതിവ് ബിസ്ക്കറ്റും അപ്പം കയ്യിലെടുത്ത് കൊടുത്തു. അപ്പോഴേക്കും ചേട്ടൻ ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചേട്ടന് വേണ്ടിയുള്ള ചായയും തേയിലവെള്ളവും ഒക്കെ ഇട്ട് വെച്ചു. അപ്പോഴേക്കും കുഞ്ഞാറ്റയും പൂമ്പാറ്റയൊക്കെ അപ്പൂപ്പൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരുന്ന് കളിക്കുകയായിരുന്നു കേട്ടോ. രാവിലെ ബിസ്ക്കറ്റും അപ്പം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. പിന്നെ കുറേ നേരം കഴിയുമ്പോഴാണ് ഈ നിർബന്ധവും കാര്യങ്ങളും വാശിയൊക്കെ കാണിക്കുന്നത് കേട്ടോ. ആദ്യം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും നിർബന്ധമാണ് കേട്ടോ. അങ്ങനെ ചേട്ടന് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ ഞാൻ എടുത്ത് തണുപ്പിക്കാനായിട്ട് വെച്ചു. ചേട്ടൻ ഇന്ന് ചൂരക്കറിയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ചൂരക്കറിയും അതുപോലെ ബീട്രൂട്ടിൻ്റെ തോരനുമായിരുന്നു കേട്ടോ ഇന്ന് ഉച്ചലത്തേക്കുള്ളത്. ബീട്രൂട്ടിൻ്റെ തോരൻ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ അവർക്ക് മറ്റെന്തെങ്കിലും കറിയൊക്കെ വേണമെങ്കിൽ ഞാൻ ചോറ് കൊടുക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് അങ്ങ് ഉണ്ടാക്കി അപ്പോൾ തന്നെ അങ്ങ് കൊടുക്കും കേട്ടോ ചൂടോടെ. അങ്ങനെ രാവിലെ മക്കൾക്ക് ഇന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത് ദോശയാണ് കേട്ടോ. സാധാ ദോശയും അത് മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു മുട്ട ദോശ, ഒരു വലിയ മുട്ട ദോശയാണ് ഉണ്ടാക്കുന്നത്. താറാമുട്ട ചേട്ടൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. താറാമുട്ടയൊക്കെ കുഞ്ഞുങ്ങൾക്ക് പുഴുങ്ങിയൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്.
അതുപോലെ ഒരു താറാമുട്ട ഞാൻ ഇന്ന് എടുത്ത് മാറ്റി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മുട്ട ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താറാമുട്ടയൊക്കെ കിട്ടാൻ വേണ്ടി വളരെ പാടാണ്. കോഴിമുട്ട കിട്ടും, എന്നാലും താറാമുട്ട കിട്ടാൻ വേണ്ടി വലിയ പാടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചേട്ടൻ വാങ്ങിയിട്ട് വരുമ്പോഴൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുഴുങ്ങിയും അതുപോലെ ഇതുപോലെയൊക്കെ ദോശയൊക്കെ ആക്കി കൊടുക്കാറുണ്ട്. കുഞ്ഞുങ്ങൾക്ക് മുട്ടയൊക്കെ പുഴുങ്ങിയും കൊടുക്കണം, അതുപോലെ തന്നെ ഇതുപോലെ ദോശയിലൊക്കെ ആക്കിയാലും ചോറിനോടൊപ്പം ഒക്കെ ഇടയ്ക്ക് കൊടുക്കണം. ഇപ്പോൾ പൊരിക്കുന്ന സമയത്ത് ഞാൻ മുട്ട ചിക്കി കൊടുക്കാറുണ്ട്, അതിനകത്തൊക്കെ വെളിച്ചെണ്ണ വളരെ കുറച്ചാണ് ചേർക്കുന്നത് കേട്ടോ. പൊരിച്ച് കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് പുഴുങ്ങി തന്നെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം മുട്ടയൊക്കെ ദോശയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നന്നായിട്ട് പരത്തിയെടുത്ത ശേഷം ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കുമാണ് മുട്ട എടുത്ത് പൊട്ടിച്ചത് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് കലക്കി ഇതിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ മുട്ട ദോശ ഉണ്ടാക്കുന്നത്. ഇപ്പം മുട്ട ദോശ മാത്രമല്ല, ക്യാരറ്റിൻ്റെ ആയാലും ക്യാബേജിൻ്റെ ആയാലും നമുക്ക് പല രീതിയിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പം ഞാനിനി വരും വീഡിയോകളിൽ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ കൊടുക്കുന്ന രീതിയിലുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ പറ്റുന്നതൊക്കെ പറ്റുന്നതൊക്കെ കാണിക്കാം കേട്ടോ. അപ്പം ഇന്ന് മുട്ട ദോശയാണ്. രണ്ടുപേർക്കും മുട്ട ദോശ ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇപ്പോൾ ഇടയ്ക്ക് കൊടുക്കുന്നത്. അവർ പിന്നെ മടുക്കുന്ന സമയത്ത് ഞാൻ മാറ്റി മാറ്റി കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നല്ല മുട്ട ദോശയൊക്കെ വേവുന്ന സമയത്ത് കുഞ്ഞാറ്റയും പൂമ്പാറ്റയും അതിൻ്റെ ഇടയ്ക്ക് തന്നെ അപ്പൂപ്പൻ്റെ അടുത്തിരുന്ന് പുതിയ കളിപ്പാട്ടം വെച്ച് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ഒരു കളിപ്പാട്ടത്തിന് വേണ്ടി തന്നെ രണ്ടുപേരും വാശിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവരെ രണ്ടുപേരെയും സമാധാനിപ്പിച്ചിട്ട് വീണ്ടും വന്നിട്ടാണ് കേട്ടോ ദോശയിലേക്കൊക്കെ കിടക്കുന്നത്. അങ്ങനെ കുഞ്ഞാറ്റയുടെ പൂമ്പാറ്റയുടെ അടുത്ത് കുറച്ച് നേരം പോയി ഇരുന്നിട്ട് വന്നപ്പോഴേക്കും ദോശയൊക്കെ സെറ്റായി റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. നല്ല മുരിഞ്ഞ ദോശ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വലിയ മുട്ട ദോശ ഉണ്ടാക്കിയ ശേഷം ഞാൻ സാധാ ദോശയും ഉണ്ടാക്കി വെച്ചു. ദോശയ്ക്ക് ഇന്ന് ഞാൻ ചമ്മന്തിക്കറിയാണ് ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കുന്നത് കേട്ടോ. രാവിലെ എപ്പോഴും കിഴങ്ങറി ഉണ്ടാക്കാൻ നിൽക്കത്തില്ല, ഒന്നെങ്കിൽ ചമ്മന്തിക്കറിയോ കടലയൊക്കെ ഉണ്ടെങ്കിൽ കടലയുടെ കറിയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. കടലയായാലും ഇപ്പം കുഞ്ഞുങ്ങൾക്ക് ചമ്മന്തിക്കറി ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ചമ്മന്തിക്കറിയൊക്കെ കൊടുക്കുന്നത്. കടലക്കറിയും എല്ലാം തന്നെ കൊടുക്കണം. കടലയും പയറുവർഗ്ഗമാണല്ലോ, അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ചെറിയ എരിവുള്ളത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ അത്രയ്ക്ക് കടലക്കറി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിൽ കൂട്ടാൻ വേണ്ടി വലിയ താല്പര്യം കാണിച്ചില്ല, എന്നാലും കുറേശ്ശെ കൊടുത്ത് കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം ദോശയൊക്കെ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചേട്ടൻ കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. രണ്ടുപേർക്കും രാവിലെ അച്ഛൻ കുറിയിടുന്ന സമയത്ത് മക്കൾ രണ്ടുപേർക്കും കുറിയിടും കേട്ടോ. അങ്ങനെ അച്ഛൻ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും പൂമ്പാറ്റ പെണ്ണ് ചേട്ടൻ്റെ കൈ കയറി സ്ഥാനം പിടിച്ചിരുന്നു കേട്ടോ. കുഞ്ഞാറ്റ അവിടെ കളിച്ചിരിക്കുന്നത് കൊണ്ട് വലുതായിട്ട് അങ്ങോട്ട് ബഹളം വെച്ചിട്ടില്ല. അപ്പോൾ ചേട്ടന് ഞാൻ പൊതി കെട്ടി വയ്ക്കുകയാണ്. ചോറും ബീട്രൂട്ട് തോരനും ചൂരയുടെ മീൻകറിയായിരുന്നു കേട്ടോ. ഇതായിരുന്നു. അങ്ങനെ പൊഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും പൂമ്പാറ്റ പെണ്ണ് അച്ഛൻ്റെ നെഞ്ചിലേക്ക് അങ്ങ് ചാഞ്ഞു കേട്ടോ. പിന്നെ ഇനി അവിടുന്ന് വലിച്ചെടുക്കാൻ വലിയ പാടാണ്. അങ്ങനെ കുറേ നേരം അച്ഛൻ്റെ കൈ കയറി ഇരുന്ന് ഇങ്ങനെ കയറിയിരിക്കുമ്പോൾ അവൾക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ താത്തിറക്കുമ്പോഴാണ് അവിടെ കരച്ചിലും ബഹളമൊക്കെ. അങ്ങനെ ചേട്ടൻ എല്ലാം എടുത്ത് വെച്ച് റെഡിയായി പുറത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴേക്കും മുഖം അങ്ങ് വാടും കേട്ടോ. പിന്നെ കുഞ്ഞാറ്റപ്പെണ്ണും ഇതൊക്കെ കണ്ടുകൊണ്ട് പിന്നെയാണ് കുഞ്ഞാറ്റപ്പെണ്ണിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് പൂമ്പാറ്റ കൈ കയറിയിരിക്കുന്ന കാര്യം കേട്ടോ. ആദ്യം കടയിലായിരുന്നു, അപ്പോഴേക്കും കൈയും പൊക്കി നിൽക്കുകയാണ്, അച്ഛാ എന്നെ കൂടി എടുക്കുക അച്ഛാ എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പോൾ പിന്നെ ചേട്ടൻ എടുത്ത് കുഞ്ഞാറ്റപ്പെണ്ണിനെ കയ്യിലെടുത്ത് വെച്ചു. അങ്ങനെ കുഞ്ഞാറ്റ എടുത്ത് വയ്ക്കുമ്പോഴേക്കും പൂമ്പാറ്റയുടെ മാറും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കുറച്ച് സമയം അച്ഛൻ്റെ കൈ കയറി അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും പുറത്ത് പട്ടിക്കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതിനെയൊക്കെ നോക്കി കൈ വീശി പോ എന്നൊക്കെ കാണിക്കുകയാണ് കേട്ടോ. ഇതിനിടയിൽ തന്നെ ഞാൻ അടുക്കളയിൽ പോയി ദോശയൊക്കെ ബാക്കി ചൂടാനുള്ളതെല്ലാം കൂടെ ചുട്ട് വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ പോകുന്ന സമയമായപ്പം പിന്നെ അവിടുത്തെ ജോലിയെല്ലാം മാറ്റി വെച്ച് ഇതുപോലെ കുറച്ച് നേരം വന്നിവിടെ ഇരിക്കും കേട്ടോ. അല്ലെങ്കിൽ രണ്ടുപേരും നിർത്താതെ അങ്ങ് കരഞ്ഞ് കളയും. കുറച്ച് സമയം അച്ഛൻ പോകുന്നതൊക്കെ നോക്കിയിരിക്കും. മുമ്പൊക്കെ ഉമ്മ കൊടുപ്പും ടാറ്റ കാണിപ്പുമാണ്, ഇപ്പോൾ വലിയ വിഷമമാണ് പോകുന്നത് കാണുമ്പോഴേക്കും മക്കൾക്ക് കേട്ടോ. അതുകൊണ്ട് തന്നെ ചില ദിവസം ടാറ്റ കാണിക്കും, ഉമ്മയും കൊടുക്കും. ചില ദിവസം ഇതുപോലെ മുഖമൊക്കെ വിഷമിച്ച് അങ്ങനെ അങ്ങ് ഇരിക്കും കേട്ടോ. അങ്ങനെ കുറച്ച് നേരം രണ്ടുപേരും നോക്കിയിരിക്കുകയാണ്. കുഞ്ഞാറ്റപ്പൻ ഒരു വിധത്തിൽ ടാറ്റയൊന്നും കാണിക്കുന്നില്ല, വിഷമിച്ചിരിക്കുന്നത്. അപ്പോഴേക്കും ചേട്ടൻ പോകാൻ ഇറങ്ങിയതാണ്, വീണ്ടും ഇറങ്ങി വന്ന് കുറച്ച് നേരം എടുത്ത് ചിരിപ്പിച്ച് കളിപ്പിച്ചിട്ടൊക്കെയാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ കുഞ്ഞാറ്റപ്പെണ്ണ് എടുത്ത് കൈ വെച്ച് ഉമ്മയൊക്കെ കൊടുത്ത് അപ്പോഴേക്കും ഇങ്ങനെ ചാടി ഇങ്ങ് ഇറങ്ങുകയാണ്, അച്ഛാ കൊണ്ടുവച്ചാ എന്ന രീതിയിൽ കേട്ടോ. അങ്ങനെ അച്ഛൻ ഉമ്മയൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞാറ്റപ്പെണ്ണ് വീണ്ടും ഉഷാറായി വന്നു കേട്ടോ. രണ്ടുപേരും കുറച്ച് നേരം ഉഷാറൊക്കെ ആക്കി അവരെയൊക്കെ കുറച്ച് നേരം എടുത്ത് വെച്ചിട്ടാണ് ചേട്ടൻ പോകുന്നത് കേട്ടോ. അപ്പോഴേ സമയം പോകുന്നുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞാറ്റ ചിരിച്ചു കഴിഞ്ഞു. പിന്നെ കുറച്ച് നേരം ടാറ്റയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ മുട്ട ദോശയും സാധാ ദോശയും എല്ലാം ചുട്ട് എടുത്ത് വെച്ചു. പിന്നെ ഞാൻ ചമ്മന്തിക്കറിക്കുള്ള തേങ്ങയൊക്കെ തിരുവി വെച്ചു കേട്ടോ.
അപ്പം പറഞ്ഞല്ലോ ചട്നിക്കുള്ള കടലയോ അല്ലെങ്കിൽ ചെറിയ ഉള്ളി, ഉപ്പ്, അതുപോലെ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടാണ് ഇവിടെ ചമ്മന്തി കറി ഉണ്ടാക്കുന്നത്. നേരത്തെയൊക്കെ ഞാൻ മുളക് പൊടി അധികം ചേർക്കില്ലായിരുന്നു. ഇപ്പം മുളക് പൊടിയൊക്കെ ചേർത്ത് കുറച്ച് അവർ എരിവൊക്കെ കൂട്ടി പഠിച്ച് വരികയാണ് കേട്ടോ. ഇപ്പം അവർ ചമ്മന്തിക്കറിക്ക് നമ്മളിപ്പോൾ ചേർക്കുന്ന രീതിയിൽ മുളക് പൊടിയൊക്കെ ഇട്ടാൽ അവർ കഴിക്കും. ഒരുപാട് എരിയില്ല, എന്നാലും കുറച്ച് എരിയൊക്കെ ഇട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ മുട്ടപ്പാപ്പവും, അതായത് മുട്ടദോശപ്പാപ്പവും ചമ്മന്തിക്കറിയും ചേർത്ത് എല്ലാം നന്നായിട്ട് ഇളക്കിയിട്ടാണ് കുഞ്ഞിക്ക് ഞെവിടിയാണ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ രണ്ടുപേർക്കും വിശപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ, കുഞ്ഞാറ്റയ്ക്കും പൂമ്പാറ്റയ്ക്കും. അങ്ങനെ രണ്ടുപേരും നല്ല മക്കളെ പോലെ അടങ്ങി വന്നിരിക്കുകയാണ് കേട്ടോ. അതുപോലെ പൂമ്പാറ്റപ്പെണ്ണ് വെള്ളം കുടിച്ച ശേഷം ഇന്നാന്ന് പറഞ്ഞ് കുപ്പിയൊക്കെ വെച്ച് നീട്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഒക്കെ വലിയ ഇഷ്ടമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനും എടുക്കാനൊക്കെ. ചില നേരം മാത്രമാണ് രണ്ടുപേരും തമ്മിൽ എടുത്തെറിയുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഒരാൾ കുടിച്ചിട്ട് ഇങ്ങനെ എന്നാൽ നീ കുടിക്കുക എന്ന രീതിയിൽ ഭയങ്കര കെയറൊക്കെയാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേർക്കും മുട്ട ദോശപ്പാപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും പാപ്പമൊക്കെ കഴിച്ചിരിക്കുകയാണ് കേട്ടോ. അതിനിടയിൽ തന്നെ പുറത്തോട്ടൊക്കെ ആരെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യും. മക്കളുടെ കൂട്ടുകാരാണല്ലോ എല്ലാവരും. അപ്പോൾ ആരെങ്കിലുമൊക്കെ പുറത്തൂടെയൊക്കെ പോവുകയാണെങ്കിൽ കുഞ്ഞാറ്റയും പൂമ്പാറ്റയും വിളിച്ചിട്ടാണ് പോകുന്നത്. പൂമ്പാറ്റയും കുഞ്ഞാറ്റയും അതിനൊക്കെ ഏന്ന് വിളിയൊക്കെ കേൾക്കും കേട്ടോ. ഇപ്പം അതുപോലെ അവരൊക്കെ ടാറ്റ കാണിച്ചൊക്കെ എല്ലാവരെയും വിടുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ കുഞ്ഞാറ്റയും പൂമ്പാറ്റയും കുറച്ച് സമയം പാപ്പമൊക്കെ കഴിച്ചിരുന്നു. പിന്നെ അപ്പൂപ്പൻ അവരുടെ കളിപ്പാട്ടമൊക്കെ എടുത്ത് 2-3 കഷ്ണമാക്കി വെച്ചിരിക്കുന്ന കളിപ്പാട്ടമൊക്കെ 2-3 കഷ്ണമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, പുതിയ കളിപ്പാട്ടങ്ങൾ. അങ്ങനെ അപ്പൂപ്പൻ അതെല്ലാം എടുത്ത് ചേർത്തൊക്കെ വെച്ച് കൊടുത്തു. അങ്ങനെയൊക്കെ കുറച്ച് കലാപരിപാടികളും. പിന്നെ കഴിച്ച ശേഷം രണ്ടുപേരും പിന്നെ കുറച്ച് നേരം കളിക്കും കേട്ടോ. വയറൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരം കളിക്കും. ആ ഒരു സമയത്ത് ഞാൻ അടുക്കളയിലേക്ക് വന്നു. ബാക്കിയുള്ള പാത്രമൊക്കെ കഴുകി വയ്ക്കാനുണ്ടായിരുന്നു. ആ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. മക്കളുടെ കൂടെ അപ്പൂപ്പൻ ഇരിക്കുന്ന ആ ഒരു സമയത്താണ് കേട്ടോ ഞാൻ വന്നത്. പിന്നെ പാത്രമൊക്കെ കഴുകി നന്നായിട്ട് വൃത്തിയൊക്കെ ആക്കി വെച്ചു. പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് പിന്നെ ക്ലീൻ ചെയ്തിടാനുണ്ടായിരുന്നു ഒരുപാട്. അങ്ങനെ കിച്ചൺ ഏരിയയും ഗ്യാസിൻ്റെ അവിടെ എല്ലാം തന്നെ നന്നായിട്ട് ക്ലീനൊക്കെ ചെയ്തിട്ടു. പിന്നെ കുഞ്ഞുങ്ങൾ ഇടയ്ക്കൊന്ന് അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പാത്രമൊക്കെ വാരിയിടും. അവർ വരും, 2-3 പാത്രം വാരിയിടും. എന്നിട്ട് നേരെ അവരുടെ കളിപ്പാട്ടങ്ങൾ എടുത്തുകൊണ്ട് പോകും. പാത്രത്തിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നതുകൊണ്ടാണ് അത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടി തട്ടി കളിക്കുന്നത്. അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ താഴെ വാരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഞാൻ വാരി അടുക്കിയൊക്കെ വെക്കും. പിന്നെ ഞാൻ തൂക്കുന്ന സമയത്താണെങ്കിൽ രണ്ടുപേരും ചൂലിന് വേണ്ടിയിട്ട് നല്ല മത്സരമാണ്. ചൂലിങ്ങ് താ അമ്മേ, ഞാൻ തൂക്കാം എന്നുള്ള രീതിയാണ് രണ്ടുപേർക്കും കേട്ടോ. അതിൽ ഏറ്റവും മുൻപന്തി ഇരിക്കുന്ന കുഞ്ഞാറ്റ പെണ്ണാണ് കേട്ടോ. കുഞ്ഞാറ്റ പെണ്ണ് ചൂലെടുത്ത് കഴിഞ്ഞാൽ അപ്പം തൂക്കണം എന്ന രീതിയാണ്. അങ്ങനെ ഞാൻ ഇവിടെ എല്ലാം ക്ലീനൊക്കെ ചെയ്തിട്ട് ശേഷം ഇവിടെ എല്ലാം നന്നായിട്ട് തൂത്തൊക്കെ വാരി ഇട്ടു കേട്ടോ. കുറച്ചധികം പാത്രങ്ങളൊക്കെ അടുക്കി വയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അടുക്കിയൊക്കെ വെച്ചു. പിന്നെ ചൂടുവെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് കുഞ്ഞുങ്ങളുടെ ദേഹമൊക്കെ നന്നായിട്ട് കഴിച്ച് ഉടുപ്പൊക്കെ മാറ്റി രണ്ടുപേരെയും ഉറക്കാൻ വേണ്ടിയിട്ട് കിടത്തി. മക്കളെ ഉറക്കി കിടത്തിയ ശേഷമാണ് ഞാൻ പിരിവ് എഴുതി കൊടുക്കുന്നത് കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും കുഞ്ഞുങ്ങൾ ചാടി അങ്ങ് എഴുന്നേൽക്കും കേട്ടോ. നല്ല വലിയ ഉറക്കമൊന്നും ഇല്ല, ഡീപ്പായിട്ടുള്ള കുറച്ച് സമയം ഉറങ്ങും, പെട്ടെന്ന് എഴുന്നേൽക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് രണ്ടുപേർക്കും പിരിവൊക്കെ എഴുതി കൊടുത്ത് പിന്നെ ഞാൻ കുറച്ച് തുണി കഴുകാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കഴുകാനിട്ട തുണിയെല്ലാം കുറച്ച് വെയിൽ വന്നപ്പോഴേക്കും ഉണക്കാൻ വേണ്ടിയിട്ട് പുറത്ത് കൊണ്ടുവന്നിട്ടു.